എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ഇ.ഡി എന്ന ചുരുക്കപ്പേറ്റ് അറിയപ്പെടുന്ന സ്ഥാപനം നമ്മുടെ രാജ്യത്ത് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ഇ.ഡി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് തന്നെ ഏതാണ്ട് കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പൊന്നും ഇ.ഡിയെ കുറിച്ചൊന്നും ആരും ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ വന്ന് ഈ കലാപരിപാടി, അതായത് ഇ.ഡിയെ ഇറക്കിയുള്ള ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രഹസനം നടത്തുന്നത് ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്താണ്. ആരെയൊക്കെ ഒതുക്കണം എന്നുള്ള ഒരു തോന്നല് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന് ഉണ്ടാകുമ്പോൾ ആദ്യം അവരുടെ നേരെ അങ്ങ് തിരിച്ചുവിടുകയാണ് ഈ അന്വേഷണം. ഈ അന്വേഷണമൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ, പ്രതിപക്ഷ പാർട്ടികൾ, അവരുടെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലോ മാത്രമാണ് ഈ ഇ.ഡിയുടെ അന്വേഷണം എന്ന് പറയുന്ന പ്രഹസനം ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇത് കണ്ടാൽ തോന്നും ഈ പറയുന്ന ആളുകളെല്ലാം വളരെ വലിയ അഴിമതിക്കാരും, അവർ മാത്രമാണ് ഈ അഴിമതിക്കാരും, ഭരണപക്ഷത്തുള്ളവരൊന്നും അഴിമതിക്കാരല്ല എന്നും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഇ.ഡിക്ക് ഉള്ളത് എന്ന് നമുക്ക് തോന്നാം. ഇപ്പൊ തന്നെ ഇലക്ഷൻ അങ്ങോട്ട് അടുക്കുന്നല്ലോ, ഇലക്ഷൻ വരാൻ പോവാണ്. ഇനി ഇത് ഇ.ഡി അങ്ങ് കൂടും കേട്ടോ. ഇ.ഡിയുടെ അന്വേഷണം ഇനി അങ്ങ് കൂടും. കാരണം ആരൊക്കെ ധൈര്യമായിട്ട് ഈ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ എതിർക്കുന്നു, അവരെയൊക്കെ ഒതുക്കാനായിട്ട് നേരെ അത് ഇന്നാര് കൊണ്ട് അവിടെ പോയി വാരിക്കൊണ്ടുപോകാൻ പണം ഇരിക്കുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇത് എന്നാൽ വേറെ കാര്യമുണ്ട്. ഇ.ഡിക്ക് വേറെ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ. കഴിഞ്ഞ ഇലക്ഷന് BJP കൊടുത്തയച്ച പണം ഉണ്ടല്ലോ, രായ്ക്ക് രാമാനം അവിടുന്ന് എടുത്ത് മുക്കി, കോടിക്കണക്കിന് രൂപ എടുത്ത് മുക്കിയതിന് ഒരു ഇടപാടുണ്ടായിരുന്നല്ലോ. അതിലെന്താ ഇ.ഡി അന്വേഷിക്കാത്തത്? എനിക്ക് മനസ്സിലായില്ല. അത് അഴിമതിയല്ലേ? അപ്പൊ അത് പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ഈ പണം പൊക്കി എടുത്തുകൊണ്ട് പോയതിനെ കുറിച്ച് വലിയ സംസാരമുള്ളതാണ്. പക്ഷേ അതിനെ സംബന്ധിച്ചൊന്നും ഇ.ഡിക്ക് അന്വേഷിക്കണ്ടല്ലോ. ഈ പണം എവിടുന്ന് വന്നു, ആര് കൊടുത്തയച്ചു, ഇതെങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരന്വേഷണം ഒപ്പം ഇല്ലല്ലോ, ഒന്നുമില്ല. കുറെ നാൾ ഇവിടെ ഈ പോലീസൊക്കെ അന്വേഷിച്ച് എല്ലാം റെഡിയാക്കി എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളാരും ഒന്നും കണ്ടില്ലല്ലോ ഇതുവരെ. ഒരു പണത്തിന്റെ ഒന്നും ഇതുവരെ അതിൽ നിന്ന് പിടികിട്ടിയതുമില്ല. പണം എടുത്തോണ്ട് പോയി. അതാരാണെന്ന് വെളിവാക്കാൻ അവർക്ക് പോലും താല്പര്യമില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇ.ഡി നോക്കുന്നത്, അന്വേഷിക്കുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടുകളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ടുള്ള ഒരു മെഷീനറി ആയിട്ട് ഇ.ഡി അതപ്പതിച്ചു പോയി എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട്, അതായത് ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ബോഡികളുണ്ടോ അതെല്ലാം നമ്മുടെ നാട്ടിൽ തകർക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം എന്ന് പറയുന്നതിനകത്ത് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആള് ഒരു ഭാഗമായിരുന്നു. അതിപ്പോ അങ്ങ് മാറ്റിയല്ലോ. മാറ്റി കഴിഞ്ഞിട്ട് അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് അതൊന്നും വേണ്ട, പ്രധാനമന്ത്രി തീരുമാനിക്കും എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടന നിർമ്മാണം നടത്തിയപ്പോൾ തന്നെ, ഭരണഘടന കൊണ്ടുവന്നപ്പോൾ, കോഡിഫൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു തീരുമാനം എടുത്തതായിരുന്നു അന്നത്തെ ലീഗൽ ലൂമിനറീസും വിവരമുള്ള ആളുകളും. എന്താണെന്നറിയാവോ? ഇലക്ഷൻ കമ്മീഷൻ, അതായത് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഏറ്റവും ശക്തിമത്തായ ബോഡി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ, അതായത് തികച്ചും സ്വതന്ത്രമല്ലെന്നുണ്ടെങ്കിൽ, നിഷ്പക്ഷമല്ലെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ജനാധിപത്യം നടക്കില്ല എന്നുള്ള ബോധ്യത്തില് അത് നിഷ്പക്ഷമായിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷനായിരിക്കണം. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വതന്ത്രമായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നതാണ്. ഇനിയിപ്പോ ഈ രാഷ്ട്രീയക്കാരെ തന്നെ പിടിച്ച്, അതായത് അത് പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തന്നെ നിയമിക്കുമ്പോൾ, ഇലക്ഷൻ കമ്മീഷനായിട്ട് വെക്കുമ്പോൾ, ആ രീതിയിലുള്ള ഭേദഗതിയും കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ അതിനെന്ത് സുതാര്യതയാ ഉള്ളത്? അതിനെന്ത് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യമാണുള്ളത്? അവരെ എന്ത് വ്യക്തിത്വമാണ് അതിനുള്ളത്? അപ്പൊ അത് നമ്മളൊന്ന് ചിന്തിക്കണം. ആ രീതിയിൽ പോകുമ്പോൾ ഇപ്പൊ വന്ന് ഇ.ഡി എന്ന് പറയുന്ന അത് ഈ സർക്കാരിന്റെ കയ്യിലെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് മാറി. അവർക്ക് പക പോക്കേണ്ട ആളുകൾക്കെതിരെ അതങ്ങോട്ട് തിരിച്ചുവിടുക എന്നുള്ളത് കഴിഞ്ഞാൽ ഇ.ഡിക്ക് വേറെ ജോലിയൊന്നുമില്ല. അത് ഇ.ഡി അല്ല ഇതൊന്നും കണ്ടുപിടിക്കുന്നത്. അവിടുന്ന് ചൂണ്ടിക്കൊടുക്കാൻ ആളുണ്ട്, കണ്ട് ഇന്നാരടുത്ത് പോയി പിടിച്ചോ എന്ന് പറയും, അവിടോട്ട് കയറണം. അതല്ലാതെ വേറൊന്നുമില്ല. പണമൊക്കെ ഇഷ്ടം പോലെ അടുക്കി കെട്ടി വെച്ചേക്കുന്നവന്മാർ എത്രമാരുണ്ട്, അവിടെ നിന്ന് ചെല്ലുന്നില്ലല്ലോ. സി.ഡി
ഇഷ്ടമാതിരി ഉണ്ടല്ലോ. ആ ഈ ഇ ഡി എന്താ അന്വേഷണം നടത്താതെ? ഇ ഡി അന്വേഷണം നടത്തണമെങ്കിൽ ഈ ഒരുപാട് ഇടപാടുകൾ, അതായത് അവിശുദ്ധ ബന്ധമുണ്ടല്ലോ, അതായത് ഈ കോർപ്പറേറ്റ്സും ശതകോടീശ്വരന്മാരും ഗവൺമെന്റും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നമ്മളെ യഥാർത്ഥത്തില് അതാണ് നമുക്ക് യഥാർത്ഥ വർഗീയത എന്ന് പറയാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത്. അതേ ഉള്ളൂ, അല്ലാതെ ഇപ്പൊ വേറെ ഒന്നും വർഗീയതയൊന്നും ഇല്ലല്ലോ. അപ്പോ ആ ഇടപാട് അതൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ ഇ ഡി, ഒന്നുമില്ല. ആ ഇടപാടുകൾ എന്താ ഇ ഡി അന്വേഷിക്കാത്തെ? അപ്പൊ ഇൻഡിപെൻഡൻസ് ഇ ഡിക്ക് ഇല്ല. ഇ ഡി സർക്കാരിന്റെ കയ്യിൽ ഒരു കളിപ്പാവയായിട്ട് മാറി. അവർക്ക് പകപോക്കാനുള്ള ആളുകളെക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു മെക്കാനിസമായിട്ട് ഇത് അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് സത്യം.